ചവിട്ടി വിടളിയാ ചവിട്ടി വിടളിയാ അറിഞ്ഞോണ്ടൊരു പായ അറിഞ്ഞൂടെ കാറ് വീട് വിട കള്ളും കുടിച്ചോണ്ടാണോടാ സൈക്കിൾ ഓടിക്കുന്നേ? പോകല്ലേ സാറേ, പാല് മുഴുവനും പോയി. സൊസൈറ്റിയിലോട്ട് ചെന്നാ എന്നെ കേട്ടത്തില്ല. പാലിന്റെ കാശെങ്കിലും തന്നിട്ട് പോ സാറേ. സാറേ, എന്റെ പാല് മുഴുവനും പോയി, എന്റെ സൈക്കിളും പോയി. എന്നിട്ട് അവന്മാരെന്നെ തല്ലുകയും ചെയ്തു. ഓ മാറിക്കോളാവേ സാർമാരെ, ഒന്നുമില്ലെങ്കിൽ അയാളൊരു പാവമല്ലയോ? ആ പാലിന്റെ കാശെങ്കിലും കൂടെ. താനാരാ? ഇവിടുത്തെ കളക്ടറോ അതോ ഇൻസ്പെക്ടറോ അതോ ചീഫ് മിനിസ്റ്ററോ അതോ പ്രധാനമന്ത്രിയോ? ഞാൻ ആരുമല്ലേ. പക്ഷെങ്കിലേ കാശ് കൊടുത്തേ പറ്റൂ. ബാബു കാശ് കൊടുക്ക്. ഇവിടെ വാ. അയ്യോ, സൈക്കിളിനും പാലിനും കൂടെ എന്ത് വിലയുണ്ട്? 150 രൂപയോളം ആവും. അയ്യോ അയ്യോ അയ്യോ, പതുക്കെ പതുക്കെ. ഒരു 20 രൂപ തരാം പെട്രോൾ ഒഴിക്കാൻ. നീ വണ്ടിയും തള്ളിക്കൊണ്ട് നടന്നാ മതി. തന്നെ എടുത്തോളാം. ഇപ്പഴല്ല പിന്നെ. വേഗം കാർ ഇവിടെ അടുത്തടി വരുന്നതിന് മുമ്പ് പോവാം. അയ്യോ പതുക്കെ പതുക്കെ. മരം മരം മരം. അയ്യോ അയ്യോ, വീട്ടിൽ പോയി ഒരു ഞവരവിനെ എടുക്കണം. അമ്മേ, കുടിക്കാൻ എന്തെങ്കിലും എന്താ? എന്താടാ നിന്റെ ഷർട്ടൊക്കെ കീറിയിരിക്കുന്നത്? ഒന്നുമില്ല. ഇന്നും ആരോടെങ്കിലും തല്ലിന വഴക്കിന് പോയി കാണും. അമ്മ കുടിക്കാൻ വല്ലതും താലേ പോയി പണി നോക്ക്. ഓ, നിന്നെ കൊണ്ട് ഞാൻ തോറ്റു. നീയാണോടാ രാജു? എന്താടാ പറഞ്ഞത്? നിങ്ങളാണോ രാജു എന്ന്? എന്തിനാ? സ്റ്റേഷനിലേക്ക് ചെല്ലാൻ ഇൻസ്പെക്ടർ അദ്ദേഹം പറഞ്ഞു. എന്റെ ദൈവമേ. അമ്മയൊന്നും മിണ്ടായിരിക്കേ. എന്തിനാ സ്റ്റേഷൻ വരുന്നത്? ആ ചാക്കോ മുതലാളിയുടെ മോനെയും കൂട്ടുകാരെയും തല്ലിയതിന്. എന്നാലേ ആ പാവപ്പെട്ട പാൽക്കാരനെ തല്ലിയനെ ആദ്യം അവന്മാരെ വിളിച്ചോണ്ടവാ, എന്നിട്ട് ഞാൻ വരാം. ചാക്കോ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചുകൊണ്ടുവരാനോ? അവര് ലക്ഷപ്രഭുക്കളാ. തനിക്കൊക്കെ ഈ തൊപ്പിയും വെച്ച് നടക്കാൻ നാണമില്ലടൂ. രാജു,
അമ്മേ, രാമോട്ടം പാവമായതുകൊണ്ട് അയാളെ തല്ലിയ ചോദിക്കാൻ ആരുമില്ലെന്ന ഇവന്റെ ഒക്കെ വിചാരം. നാട്ടിൽ ന്യായം നടത്താൻ ഞങ്ങളുണ്ട്. താൻ പോടൂ, തന്റെ ഒരു ന്യായം. നീ എന്തിനാടാ ഈ വയ്യാവേലിക്കൊക്കെ പോകുന്നത്? അമ്മേ, രാമുവേട്ടൻ പാലുമായിട്ട് സൈക്കിളിൽ പോവായിരുന്നു. ഇവന്മാര് കാറ് കൊണ്ടിടിച്ച് പാല് മുഴുവൻ പോയി. പാലിന്റെ കാശ് ചോദിച്ചപ്പോ അവന്മാര് രാമുവേട്ടനെ തല്ലി. ഇതും കണ്ടോണ്ട് ചുമ്മാ നോക്കി നിൽക്കണമെന്നാണ് പറയുന്നത്. സ്റ്റേഷനിലേക്ക് വരുന്നുണ്ടോ ഇല്ലയോ? വരുന്നില്ല. താൻ പോയി ചെയ്യാവുന്നു ചെയ്തോ. ഏമാൻ പറഞ്ഞയച്ചിട്ട് വന്നില്ലെങ്കിൽ അതിന്റെ ഫലം അനുഭവിക്കും. സെക്ഷൻ 132. വാടോ. എടാ, ലോകത്തുള്ളവരെ ഒക്കെ ശത്രുക്കളാക്കിയിട്ട് ജീവിക്കാമെന്നാണോ നീ വിചാരിക്കുന്നത്? ആരായാലും ശരി, തെമ്മാടുത്തം കാണിച്ചാല് ചുമ്മാ നോക്കി നിൽക്കാൻ എന്നെ കൊണ്ട് പറ്റിയല്ല. നിന്റെ ഈ സ്വഭാവം കൊണ്ടാ കോളേജിൽ നിന്ന് ഇറക്കി വിട്ടത്. ഓ, അമ്മ തുടങ്ങി. തുടങ്ങുന്നതല്ല, ദിവസം ഓരോ കേസെങ്കിലും ഉണ്ടാക്കാതെ നീ ഇവിടെ വന്ന് കയറുന്നുണ്ടോ? ശരി, എന്നാല് ഇനി ഞാൻ ഇങ്ങോട്ട് വരുന്നില്ല. എടാ, അതല്ല പറഞ്ഞത്. 4 പേരെ കൊണ്ട് നല്ല അഭിപ്രായം പറയിപ്പിക്കാൻ നോക്ക്. ഇവനെയൊക്കെ കൊണ്ട് നല്ല അഭിപ്രായം പറയിപ്പിക്കണമെങ്കിലേ ഞാൻ നട്ടല് ഊരിയെടുത്ത് മാറ്റി വെക്കണം. നിന്നോട് വർത്താനം പറഞ്ഞ് ജയിക്കാൻ ഞാനാളല്ല. എന്നാലേ എനിക്ക് വിശക്കുന്നു. വല്ലെന്താ? ഇവിടെ കഞ്ഞിയൊന്നും വെച്ചില്ല. ഇവിടുന്ന് കഞ്ഞി വെച്ചു. അമ്മ അതിന്റെ വെള്ളം മാത്രം ഊറ്റി കുടിച്ചിട്ട് ചോറ് എനിക്കായിട്ട് വെച്ചിട്ടുണ്ട്. ആ ചോറ് ഞാനും എന്റെ അമ്മയും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കും. പോടാ അവിടുന്ന്. വാ. കൺഗ്രാറ്റുലേഷൻ. അടുത്ത ഗെയിം നമുക്ക് കളിക്കാം. അച്ഛാ, കോഫി. നളിനി, നളിനി, എന്തോ? എന്റെ സ്നേഹിതന്റെ മകളെന്ന നിലയ്ക്കാണ് ശൈലജയ്ക്ക് കൂട്ടിന് ഞാൻ നിന്നെ ഇവിടെ നിർത്തിയത്. ഇവിടെ ഇത്രയും വേലക്കാരുണ്ടായിട്ടും വീട്ടു ജോലി ചെയ്യിക്കുന്നത് നടക്കാൻ വയ്യ കൊണ്ടാണല്ലേ? അങ്ങേക്ക് കാപ്പി എടുത്തുകൊണ്ട് വരാൻ ഞാൻ തുടങ്ങിയതാ. അച്ഛാ, നളിനിയെ വഴക്ക് പറയണ്ട. അവളൊരു തെറ്റും ചെയ്തിട്ടില്ല. ഈ വീട് വിട്ട് പുറത്തിറങ്ങാൻ കഴിയാത്ത എനിക്ക് അച്ഛനെ പരിചരിക്കുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം. ചായ. ചെയ്യും.